ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു റെസിപ്പി വീഡിയോ ആണ്. ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. ഗതി കെട്ടാൽ ഒരു പുല്ലും തിന്നെന്ന് പറയുന്ന പോലെ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്തുണ്ടാക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ന് കടലച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ളൊരു റീസണും സിറ്റുവേഷനും ഒക്കെ ഒന്ന് പറയട്ടെ. ഞങ്ങൾ ആക്ച്വലി ഇന്നലെയാണ് ഈ വീട്ടിൽ താമസം മാറിയത്. ഞങ്ങൾ ഇതുവരെ കേരളത്തിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബാംഗ്ലൂരേക്ക് മൂവ് ചെയ്തതാണ്. ഇത്രയും ദിവസം കസിൻ്റെ കൂടെ ആയിരുന്നു താമസിച്ചിരുന്നത്. കാരണം സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. എന്താ പറയണ്ടേ, സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞപ്പം പല സാധനങ്ങളും കാണുന്നില്ല. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ 2 കുക്കർ ഉണ്ട്, പക്ഷെ കുക്കറിന്റെ രണ്ടിന്റെയും വാഷർ കാണുന്നില്ല. ആക്ച്വലി ഞങ്ങളത് എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ പൊട്ടിച്ച ഒരു പാക്കറ്റ്സിലും അത് കാണാനില്ല. ഞങ്ങളിപ്പോ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞാൻ നോർമലി കുക്കറിലാണ് ചോറ് ഉണ്ടാക്കാറുണ്ടായിരുന്നത്. അപ്പം കുക്കറിന്റെ വാഷില്ല, നമുക്കിപ്പോ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി എന്താ ചെയ്യാന്ന് വിചാരിച്ചപ്പോ കുറച്ച് ബിരിയാണി റൈസ് ഉണ്ട്, ബസ്മതി റൈസ് ഉണ്ടായിരുന്നു, ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനാകുമ്പോൾ നമുക്ക് കുക്കറൊന്നും വേണ്ടല്ലോ, അത് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ വിചാരിച്ചു. അതുപോലെ രാവിലെ ഞാനില്ലേ കുറച്ച് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സോക്കായില്ല. അപ്പൊ അത് എന്താ ചെയ്യാ, കുക്കറും ഇല്ല, കുക്കർ എടുത്തപ്പോ വാഷറില്ല, പിന്നെ എന്താ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോ വിചാരിച്ചു, പണ്ടി കുക്കറൊക്കെ ഉണ്ടായിട്ടാണ് എല്ലാവരും കറിയൊക്കെ ഉണ്ടാക്കി, നമ്മുടെ അമ്മമാരൊക്കെ. അപ്പൊ അതുകൊണ്ട് കടല അല്ലാതെ നമുക്ക് വേവിക്കാം എന്ന് പറഞ്ഞിട്ട് കുക്കറിൽ വാഷർ ഇല്ലാതെ വേറൊരു അടുപ്പ് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറേ നേരം വേവിച്ചു കേട്ടോ. എന്നിട്ട് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കടല. ഞാൻ വിചാരിച്ചു ഈ ഒരു ബസ്മതി റൈസ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്, ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് ഒരു കടല ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നോർമലി എൻ്റെ അമ്മയൊക്കെ വീട്ടിൽ ഉണ്ടാക്കാറുള്ളതാണ്. അത്രയും ഇൻഗ്രീഡിയൻസ്, ക്യാരറ്റൊക്കെ ഇടും. അപ്പൊ അത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് എന്താ പറയാ, ഓണം പോലെ എന്ന് പറയുന്നത് ഒരു കടലച്ചോറ് ഉണ്ടാക്കാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കടല ഇത്രയും വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ വെള്ളവും എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ അധികം വെള്ളം ഉണ്ടായിരുന്നു. ഇത് ഞാൻ നോക്കിയിട്ട് ഒഴിക്കുന്നുള്ളൂ. അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ബസ്മതി റൈസ്, നമ്മുടെ നീളത്തിലുള്ള റൈസ് അല്ലേ, അത് ഇത്രയും ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും വേണ്ട, ഇതിന്റെ പകുതിയായിരിക്കും ഞാൻ എടുക്കുന്നത്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എടുക്കാന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇതൊരു എന്താ പറയണ്ടേ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു റെസിപ്പി ഒന്നും അല്ല. ഞാനിങ്ങനെ വിചാരിക്കുക, നമ്മൾ ഏതൊരു സിറ്റുവേഷനിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണമല്ലോ നമ്മള്. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒരു ഫ്ലേവേർഡ് ഓയിലാണല്ലോ, അതിന്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ അപ്പോൾ വരുമല്ലോ. അപ്പൊ എനിക്ക് എപ്പോഴും സൺഫ്ലവർ ഓയിലാണ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ഇഷ്ടം. ഇതിൻ്റെ കൂടെ 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഉള്ളി വഴറ്റാൻ പോവാണ് കേട്ടോ. അത്യാവശ്യം വലിയ ഒരു ഉള്ളിയും പിന്നെ അതേ വലിപ്പമുള്ള ഒരു ഉള്ളിയുടെ പകുതി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാണ്. അതുപോലെ ഒരു പച്ചമുളക്, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. എൻ്റെ 2 മക്കൾക്ക് അത്ര എരിവ് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ അരിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതിന് രാവിലെ ഞാൻ കറി ഉണ്ടാക്കിയപ്പോൾ നല്ല എരിവായിരുന്നു. അതും കൂടെ ചേർക്കാണ്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കഴിയുമ്പോണ്ടല്ലോ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അധികം കരിയാവുന്നതിന് മുമ്പേ ഞാൻ ഈ ഒരു ചെറിയൊരു തക്കാളി അതും കൂടെ ചേർത്ത് കൊടുക്കാനേ. നന്നായിട്ടൊന്ന് തക്കാളി ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. കാരണം ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഇനി ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. കാരണം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അത് അടിയിൽ പിടിക്കുന്നുള്ളത്. കൊള്ളാലോ, ഇതെങ്ങനെ ആക്കിയേ? ഇതെന്റെ മോള് ഈവയാണ്. മോളൊരു കാസിൽ ഉണ്ടാക്കി വരച്ചു. ഇതെങ്ങനെ ഉണ്ടാക്കിയാ പറഞ്ഞു വിട്ടേ? ഇങ്ങോട്ട് വാ, കാണൂല. ഗിഫ്റ്റ് കിട്ടി അല്ലേ? ഇവിടെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 3-ന്. അപ്പൊ ഒരു ആന്റി ഗിഫ്റ്റ് കൊടുത്തല്ലേ? ഊതുന്ന ഒരു മാർക്കർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഊതുന്ന മാർക്കർ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയേ? ഞാൻ വിചാരിച്ചു ഇത് ഊതിയപ്പോ അങ്ങനെയായി. കാണിച്ചോട്ടെ, ഇതില്ലേ? ഇഷ്ടപ്പെട്ടോ ചോദിച്ചോക്കെ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പറ. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാണ്, കുറച്ച് കാശ്മീരി ചില്ലിയാണ്,
അല്പം ഗരം മസാല, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ എന്തായാലും ചേർക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് എണ്ണയിലൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ കടല ചേർത്ത് കൊടുക്കാം. ഇതുണ്ടോ, കടലയെ വേവിച്ച വെള്ളത്തോട് കൂടിയാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് വെള്ളം ഉണ്ട്. എന്റെ ചെറിയ മോക്ക് കടല ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മസാല ചേർത്തപ്പോ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കടല ചേർത്തപ്പോ ഞാൻ തീ കൂട്ടി വെക്കാണ്. ഒന്ന് തിളച്ച് വരുമ്പോ റൈസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. എന്നാലും ഞാൻ ആദ്യം കിച്ചണാണ് സെറ്റ് ചെയ്തപ്പോ ഇവിടെ ഒരു ഫ്ലവർ വേസും ഒരു ടീ കോഫി മഗ്ഗൊക്കെ വെച്ചിട്ടുണ്ട്. വെറുതെ എനിക്കിങ്ങനെ കിച്ചൺ ആണെങ്കിലും നമ്മുടെ സ്റ്റഡി ടേബിൾ ആണെങ്കിലും ഡൈനിങ് ടേബിൾ ഒക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്താ, ബസ്മതി റൈസ് നന്നായിട്ട് വേവിച്ച് വെച്ച ബസ്മതി റൈസ് ആണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തേ. അത്യാവശ്യം മിക്സ് ആയിട്ടുണ്ട്. ചോറ് ആഡ് ചെയ്ത് കഴിഞ്ഞ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു 2-3 മിനിറ്റ് നേരം അടച്ചു വെക്കണം. എന്നാലേ ആ ചോറിലേക്ക് ആ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങുള്ളൂ. ഇനി ഇത് ഒരു മിനിറ്റ് കൂടി അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വേറിന് വരച്ചോ? നമുക്ക് ആദ്യം ഇതുകൂടെ കാണിച്ചു കൊടുക്കാലോ. ഇതുണ്ടല്ലോ, ഇത് ഇബൂട്ടി വരച്ചതാണ്. ഇത് ഇങ്ങനെ വരച്ചോ? ഈ സർക്കിളൊക്കെ ഇവയാണോ വരച്ചേ? പെർഫെക്റ്റ് സർക്കിളാ വേണ്ടത്. പക്ഷെ അത് ഇങ്ങനെ ഫേസ് ശരിക്കും വേറെ ഫേസ് ഇങ്ങനെയാണ്. ആ അടിപൊളിയാണല്ലോ. ഇത് ഇവ ഒറ്റയ്ക്ക് വരച്ചതാ ഈ സർക്കിളൊക്കെ? ആ, ഇവ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവയുടെ വേറെ കാണിച്ചു കൊടുക്ക്, എല്ലാവരും കാണിച്ചു കൊടുക്ക്. ഇവയ്ക്ക് LKG UKG പെൻസിൽ ഡ്രോയിങ്ങിന് ഫസ്റ്റ് കിട്ടിയായിരുന്നു അല്ലേ? അതെങ്ങനെ കിട്ടിയേ? നന്നായിട്ട് വരച്ചോണ്ടാ? എന്നാൽ ഈ കുട്ടി നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. ഞങ്ങള് അധികം അങ്ങനെ TV ഒന്നും വെച്ച് കൊടുക്കാറില്ല. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ നമ്മൾ TV ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഇല്ല. കുറെ പേപ്പർ ഒരു 1 വീക്കിൽ തന്നെ ഈ കുട്ടി ഒരുപാട് പേപ്പർ യൂസ് ചെയ്യും അല്ലേ? ആ, അങ്ങനെയാണ്. കുറെ ക്രാഫ്റ്റ് ഉണ്ടാക്കാനും ചിത്രങ്ങളൊക്കെ വരയ്ക്കാനും പിന്നെ എഴുതി പഠിക്കാൻ അല്ലേ? അപ്പൊ ടീച്ചേഴ്സ് ഇങ്ങനെ ചോദിച്ചു എന്താണ് ഇവയ്ക്ക് എന്ത് കോച്ചിങ്ങാ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. ലാസ്റ്റ് നമ്മളിങ്ങനെ ആലോചിച്ച് വെക്കുമ്പോൾ നമ്മൾ അങ്ങനെ TV കാണാറില്ല, ഫോൺ നോക്കിയിരിക്കാറില്ല. പകരം നമ്മളിങ്ങനെ ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് വേണം നമ്മൾ പറയും. ഇപ്പൊ നമ്മൾ വാങ്ങിക്കൊടുക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും അല്ലേ ഇവ? ഞാന് UKG-യില് മാമിന് കുറെ ഐ ലവ് യു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ, ഐ ലവ് യു ഗിഫ്റ്റ് കൊടുത്തു അല്ലേ? മാമിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അയ്യോ, നമ്മുടെ ഇത് ഓഫ് ചെയ്തില്ല പോയേനെ. അങ്ങനെ നമ്മുടെ കടലച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉപ്പും എല്ലാം കറക്റ്റ് ആണ്. നമുക്ക് ഈ കുട്ടിയോടും കൂടി ചോദിച്ചു നോക്കാം. അമ്മയുടെ കടലച്ചോറ് എങ്ങനെയാ, ടേസ്റ്റ് ഉണ്ടോ എന്ന് സത്യം പറയണം കേട്ടോ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയേ. ഇത് ചൂടുണ്ടോ? എങ്ങനെയുണ്ട്? നല്ലതാണോ? എന്നാ അങ്ങോട്ട് പറ. ടേസ്റ്റ് ഉണ്ടോ? നീ കടലയും കൂടെ കൂട്ടി കഴിക്കാം. അത് പറഞ്ഞേ, ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവു പറഞ്ഞ സ്ഥിതിക്ക് ടേസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടി തന്നെ ഇവന് ഇഷ്ടപ്പെട്ടല്ലേ? അമ്മ സാലഡ് ആക്കണോ? എന്നോട് സാലഡ് ആക്കണോ? ഈസിയാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.